Hello everyone, welcome back to Shruti's Digital Diary. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ ഫങ്ഷണൽ ആൻഡ് ഈസി ഫോർ ഡെയിലി യൂസ് ആക്കാമെന്ന് നോക്കാം. കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടാതെ നമുക്ക് ഡെയിലി വേണ്ടുന്നതും ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പ് എങ്ങനെ നീറ്റ് ആയിട്ട് വെക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ്. 3 സൈഡിലും കൗണ്ടർ ടോപ്പാണ്. സോ വളരെ സ്പേഷ്യസ് ആണ് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇന്ന് നമ്മൾ ഫുൾ കൗണ്ടർ ടോപ്പ് യൂട്ടിലൈസ് ചെയ്യാതെ ഈ ഒരു സ്റ്റവിന്റെ റൈറ്റ് സൈഡിലുള്ള പ്ലേസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസിങ് ആൻഡ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഏരിയയിലെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഓൺലൈൻ ഷോപ്പിംഗ് വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ അഡ്മിറ്റ്, ഞാനും ആ ഒരു ടെംപ്ടേഷനിൽ വീണിട്ടുണ്ട്. ബട്ട് നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായ ഒരു വുഡൻ ട്രേ ആണ്. ഇതിലാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ കൊക്കനട്ട് ഓയിൽ, റിഫൈൻഡ് ഓയിലിൻ്റെ ഡിസ്പെൻസർ, ഗീ, പിക്കിൾ, ദോശയും ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ ബൗളും പിന്നെ സിലിക്കോൺ ബ്രഷും പിന്നെ ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു DIY കട്ട്ലറി യൂണിറ്റ് ഉണ്ട്, അതും കൂടി വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി നമ്മളെ കയ്യിലുള്ള പൈസ പോക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് DIY ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കട്ട്ലറീസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നർ ആണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ഗ്ലാസ് ജാർ പെയിന്റ് അടിക്കാന്ന്. പിന്നെ ചോദിച്ചു ഓൾറെഡി അതിന് മുകളിൽ ഡിസൈൻ ഉള്ളതുകൊണ്ട് പെയിന്റ് അടി നിർത്തി. എന്നിട്ട് അതിനൊരു കട്ട്ലറി എന്നുള്ള ലേബിൾ കൊടുത്തിട്ട് ഇതുപോലത്തെ സ്പൂണും ഫോർക്കും ഞാൻ ഓൺലൈനിൽ കണ്ട ഒരു ഡിസൈൻ ആയിരുന്നു. അത് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മേലെ സ്റ്റിക്ക് ചെയ്തു. കുറച്ചുകൂടി അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് സ്റ്റേഷനറി ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ക്രാഫ്റ്റിന്റെ ത്രെഡാണ് അത് യൂസ് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് പോർഷൻ ഫുൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഗമ്മിട്ടിട്ട് സ്റ്റിക്ക് ചെയ്തു. വളരെ ഈസി ആയിട്ടും ചീപ്പായിട്ടും നമുക്കൊരു DIY കട്ട്ലറി കണ്ടെയ്നർ റെഡിയായി. ആ ഒരു ഭാഗം അറേഞ്ച് ആയി. നെക്സ്റ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിന്റെ തൊട്ടടുത്തും പിന്നെ വുഡൻ ട്രേന്റെ മിഡിൽ നടുക്കുമായിട്ട് ഞാൻ 2 tier സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടീ, ഷുഗർ പിന്നെ കോഫി പൗഡർ, നട്ട്സും ആണ് വെക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡെയിലി കുക്കിംഗ് ആൻഡ് സെർവിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പൂൺസ് ഒക്കെ വെക്കാൻ ഞാൻ വേറെ ഒരു DIY ചെയ്തിട്ടുണ്ട്. ഇത് ഒരു നോർമൽ ടിന്നിന്റെ ഒരു ചോക്ലേറ്റ് കണ്ടെയ്നർ ആയിരുന്നു. ഇത് ഞാൻ ഒരു ഓവറോൾ ലുക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ പെയിന്റ് അടിച്ചു. ആക്ച്വലി 3 കോട്ടിങ് വേണ്ടി വന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൈറ്റ് ആയിട്ടൊന്ന് കാണാൻ. നേരത്തെ ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ച സ്പൂണിന്റെ ഇമേജ് കട്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നേരത്തെ നമ്മൾ കണ്ട DIY കട്ട്ലറി കണ്ടെയ്നറിന് ചെയ്ത അതേ രീതിയിൽ ഞാൻ ഇതിനും വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിന്റെ മുകൾ ഭാഗവും പിന്നെ താഴത്തെ ഭാഗവും ചുറ്റുവെച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കിംഗ് ആൻഡ് സെർവിങ് സ്പൂൺ, പിന്നെ ലൈറ്റർ, പിന്നെ സിസർ, ഇങ്ങനത്തെ നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതിൽ വെച്ചു. നെക്സ്റ്റ് സ്പൂൺ സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു ട്രേ വെച്ചിട്ട് അതിൽ ഞാൻ ഭരണിയിലിട്ട് വെച്ച സോൾട്ട്, പിന്നെ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇഞ്ചൊക്കെ ചതക്കുന്ന ആ ഒരു കല്ലും അവിടെ എടുത്തു വെച്ചു. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒരുപാട് മെസ്സി ആക്കാതെ ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ പാൻട്രി ഓർഗനൈസേഷനും പിന്നെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ മേലെ ലിങ്ക് ഇടാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, യു ക്യാൻ ചെക്ക് ദാറ്റ്. സിങ്കിന്റെ കുറച്ച് സൈഡിലായിട്ട് മേലെ ഒരു ഹാങ്കർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ഫ്രൈയിങ് പാൻ, പിന്നെ കട്ടിംഗ് ബോർഡ്, ടീ ആൻഡ് മിൽക്കിന്റെ സോസ് പാൻ, ടിഷ്യൂ പേപ്പർ, ഹാൻഡ് ഗ്ലൗസ് ഒക്കെ വെക്കുന്നത്. ഇതൊക്കെ കൗണ്ടർ ടോപ്പിലാണ് വെച്ചതെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒരുപാട് മെസ്സി ആയിരിക്കും. സോ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത് വളരെ എഫിഷ്യന്റ് ആണ്. സിങ്കിന്റെ നേരെ മുകളിൽ ഒരു ഗ്ലാസിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെയാണ് എൻ്റെ എല്ലാ ക്ലീനിങ് സപ്ലൈസും വെക്കുന്നത്. ഇനി സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ഓവറോൾ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് കാണിക്കാം. സോ ഇത് സിങ്ക് ഏരിയ ആണ്.
അവിടെ ഞാൻ ഡിഷ് വാഷറും പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ഡെറ്റോളും വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വൈപ്പിംഗ് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഡിഷ് റാക്ക് വെച്ചിട്ടുണ്ട്. അതിന് നേരെ മുകളിൽ ഫ്രൈയിങ്ങും കുക്കിംഗ് പാൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തതാണ്. അതിനുശേഷം സ്റ്റവിന് നേരെ താഴെ കാണുന്ന ഈ ഒരു ക്യാബിനറ്റിലാണ് ഞാൻ വലിയ വലിയ കുക്കിംഗ് യൂട്ടൻസിൽസ് ഒക്കെ വെക്കുന്നത്. നെക്സ്റ്റ് സ്റ്റൗവിൻ്റെ നേരെ മേലെ ഒരു ചിമ്മിണി ഉണ്ട്, പിന്നെ വലുതായിട്ടുള്ള 3 വിൻഡോസ് ഉണ്ട്. അതിന് നേരെ താഴെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചത്, നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രെയിൻ്റെ തൊട്ടടുത്താണ് കുക്ക് ചെയ്ത് വെച്ച റൈസും കറിയും ഒക്കെ വെക്കുന്നത്. അതിനുശേഷം ഒരു മിക്സർ ഉണ്ട്. അതിനുശേഷം ഞാൻ ഒരു എന്താ പറയുക, നമ്മൾ കൊക്കനട്ട് സ്ക്രാപ്പ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു ടൂൾ വെച്ചിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.